ശബരിമല നിൽക്കുന്ന ഒരു വാർഡിൽ ഞങ്ങൾ ജയിച്ചു. എവിടെ ജയിച്ചാൽ ആലോചിച്ച് നോക്കണം. ഇപ്പോൾ സാധാരണ വഴി കൂടെ പോകുന്ന ഒരുത്തരത് പറഞ്ഞാൽ മനസ്സിലാക്കും. ഇത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് മലന്നിരുന്നു കൊണ്ട് ഒരുത്തം പറയുന്ന ഉദാഹരണങ്ങളാണിത്. പച്ച മലയാളത്തിൽ എഴുതി വച്ചിരിക്കുന്നത് വായിക്കാൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞില്ലെങ്കിൽ പ്രാന്ത് പിടിച്ചാൽ കസരന്നിറങ്ങി വേറെ എങ്ങോട്ടേലും തളിപ്പറമ്പിലോ എവിടെയാണെന്ന് വെച്ചാൽ ആന്തൂറോ എവിടെയാണെന്ന് വെച്ചാൽ വീട്ടിലേക്ക് വല്ല വണ്ടിയും കയറി പോവല്ലേ വേണ്ടത്. ഈ വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള ഇയാളുടെ ഈ വൃത്തികെട്ട ബന്ധമാണ് ഇയാൾക്കുണ്ടായിട്ടുള്ള തിരിച്ചടികളിൽ ഒന്ന് എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കേരളത്തിലെ പാർട്ടി അണികളും അവർക്കെല്ലാം പരിപൂർണമായി മനസ്സിലായിട്ടും അയാൾ ഇപ്പോഴും ഈ അഹന്തയിലും അഹങ്കാരത്തിലും താൻ പ്രമാണിത്വത്തിലും അഭിരമിച്ച് അയാൾ നിൽക്കുകയാണ്. നമസ്കാരം. മൂന്നാം വട്ടവും പിണറായി ഭരണം വരുമെന്നാണ് ഇടതുപക്ഷക്കാരുടെ കണക്കുകൂട്ടൽ. അതിനായി കഴിഞ്ഞ തവണ പ്രായപരിധി മാനദണ്ഡമൊക്കെ പിണറായി വിജയൻ കൊണ്ടുവന്നു. പക്ഷേ അത് തനിക്ക് ബാധകമാക്കിയില്ല. എന്നാൽ ഇപ്പോൾ തോൽവിയുടെ രുചി അറിഞ്ഞതിനു ശേഷം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോൽവിയുടെ രുചി അറിഞ്ഞതിനു ശേഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രായപരിധി മാനദണ്ഡമൊക്കെ അദ്ദേഹം കാറ്റിൽ പറത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അധികാരത്തിന് വേണ്ടി എന്ത് നിലപാട് മാറ്റാനും എന്ത് വൃത്തികേടുകൾ ചെയ്യാനും ആരുടെയും പാദസേവ ചെയ്യാനും മടിയില്ലാത്ത ഒരു വിഭാഗമായിട്ട് ഈ ഒരു രാഷ്ട്രീയ പാർട്ടി മാറിയിരിക്കുന്നു. പിണറായി വിജയൻ എന്നുള്ളൊരു നേതാവ് മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ വളരെ ഒരു എന്താണ് ലജ്ജാകരമായിട്ടുള്ള ഒരു കാര്യമല്ലേ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ളതിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല, അതായത് എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഭാര്യയോട് ഞാൻ പറയുന്നത്, അതായത് ഏറ്റവും വൃത്തികെട്ട ഒരുത്തൻ കേരളത്തിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തെത്തിയാൽ എങ്ങനെ ഇരിക്കും? മനസ്സിലായില്ലേ? ഏറ്റവും ദുഷിച്ചൊരു മനുഷ്യൻ, ഏറ്റവും ഈ പറഞ്ഞ പോലൊരു നീചൻ നികൃഷ്ടൻ ആയിട്ടുള്ള ഒരാൾ കേരളത്തിലെ ഭരണഘടനാ തലവനായി കഴിഞ്ഞ 10 വർഷക്കാലം ഇരിക്കുന്നതിൻ്റെ ദുര്യോഗം, ആ ദുര്യോഗമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനിങ്ങോട്ട് ബസ്സിൽ വരുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞൊരുത്തൻ, എൻ്റെ പേര് തന്നെ സത്യം പറഞ്ഞു ഞാൻ പറയാൻ അറയ്ക്കും. ഇംഗ്ലീഷിൽ നോസിയേറ്റിംഗ് എന്ന് പറയും. അതായത് നമുക്ക് ഈ ഛർദ്ദിക്കാൻ വരുന്നതിനാണ് ഈ നോസിയേറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഒരുത്തനാണ് അവൻ, അയാൾ വെള്ളാപ്പള്ളി നടേശൻ. കുമാരനാശാനെ പോലുള്ള ആളുകളിരുന്ന SNDP യോഗത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ കസേരയിൽ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി ഇരിക്കുന്ന ഏറ്റവും നീചനും നികൃഷ്ടനും കഴിഞ്ഞൊരു 6 മാസക്കാലമായി വാതുറന്നതിൽ 90% നാണംകെട്ട വർഗീയത മാത്രം പറയുന്നവനും അടിമുടി, അതായത് തല മുതൽ കാലിൻ്റെ നഖം വരെ പിന്നെ അഴിമതി തുളുമ്പി നിൽക്കുന്നവനുമായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നൊരു പത്രസമ്മേളനം കണ്ടോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇന്നലെ ഒന്ന് നടത്തുന്നത് നമ്മൾ കണ്ടു, ഇന്ന് നടത്തുന്നത് കണ്ടു. അപ്പോൾ അയാളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളെടുത്തിട്ട് കൊത്തി കീറുകയാണ് അയാളെ. കാരണം അയാൾക്ക് അത്രയ്ക്ക് വിവരമേ ഉള്ള, അയാൾ വെറുമൊരു പൊട്ടനെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു വിവരവും ഇല്ല. അഴിമതി നടത്താൻ മാത്രമേ അയാൾക്ക് അറിയുള്ളൂ. നമ്മൾ കുറേ കാലമായിട്ട് അയാളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അയാൾ കേരളത്തിലെ മാധ്യമങ്ങളെടുത്തിട്ട് കടിച്ച് കീറുന്നതാണ് ഞാൻ കണ്ടുകൊണ്ട് വന്നത് ബസ്സിൽ. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഈ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ അയാളെയാണ് കടിച്ച് കീറുന്നതെങ്കിലും ഫലത്തിൽ കടിച്ച് കീറപ്പെടുന്നത് പിണറായി വിജയനാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചിട്ട് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അയാളെ അല്ല, അയാളുടെ മുഖത്തിനിട്ടല്ല മാധ്യമങ്ങൾ അടിക്കുന്നത്, പിണറായി വിജയൻ്റെ മുഖത്തിനിട്ടാണ് അങ്ങോട്ട്. പിണറായി വിജയനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു ചങ്കൂറ്റവും ധൈര്യവും നമ്മുടെ മാധ്യമപ്രവർത്തകരില്ല. അല്ല, ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് പിണറായി വിജയനോടും ഇപ്പൊ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പൊന്നും തോറ്റുകൊണ്ട് കുറച്ചൊക്കെ ചോദിച്ചു തുടങ്ങുന്നുണ്ട്, നീ അന്നലെ കണ്ടു. അപ്പൊ എന്തായാലും ഈ അടി ശരിക്കും കൊള്ളുന്നത് പിണറായി വിജയന്റെ മുഖത്തിനുണ്ടാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-നെതിരായി ജനരോഷം ഉയർന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, പല കാരണങ്ങളുണ്ട്, അതിലൊരു പ്രധാനപ്പെട്ട കാരണം ഈ അടിമുടി അഴിമതിക്കാരനും അടിമുടി വർഗീയവാദിയുമായിട്ടുള്ള ഈ നടേശനെ തൻ്റെ ലക്ഷങ്ങൾ വില വരുന്ന കാറിൽ കയറ്റിക്കൊണ്ട് പോയി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ CPM അണികൾക്ക് ഏറ്റവും കൂടുതൽ രോഷവും പ്രതിഷേധവും അയാളോടുണ്ടാവാനുള്ള ഒരു കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനയാൾ പറഞ്ഞതെന്താണ്? വഴിയിൽ നിന്ന് വിളിച്ച് കയറ്റിക്കൊണ്ട് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ബിനോയ് വിജയൻ ചാനലിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, വഴിയിൽ ഏതെങ്കിലും പാവപ്പെട്ടെന്ന് നിന്നാൽ വലിച്ച് കയറ്റിക്കൊണ്ട് പോകുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ബിനോയ് വിജയൻ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഞാൻ വഴിയിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിന് സംസാരിക്കും, വേണമെന്ന് കൈ കൊടുക്കും, പക്ഷേ ഞാൻ കാറേ കയറ്റില്ല. അതെ, ബിനോയ് വിജയൻ പറഞ്ഞു.
അതിനെക്കുറിച്ച് ഇയാളോട് ചോദിച്ചപ്പോൾ ഇയാൾ എന്താ പറഞ്ഞത്? ഞാൻ പിണറായി വിജയനാണ്, ഞാൻ ബിനോയ് വിശ്വം അല്ല. മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഈ വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള ഇയാളുടെ ഈ വൃത്തികെട്ട ബന്ധമാണ് ഇയാൾക്കുണ്ടായിട്ടുള്ള തിരിച്ചടികളിൽ ഒന്ന് എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കേരളത്തിലെ പാർട്ടി അണികളും അവർക്കെല്ലാം പരിപൂർണമായി മനസ്സിലായിട്ടും അയാൾ ഇപ്പോഴും ഈ അഹന്തയിലും അഹങ്കാരത്തിലും താൻ പ്രമാണിത്വത്തിലും അഭിരമിച്ച് അയാൾ നിൽക്കുകയാണ്. അല്ലല്ല, അവിടെ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. കാരണം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ ഈഴവരിൽ വലിയൊരു വിഭാഗം വോട്ട് ചെയ്യില്ല. വോട്ട് ചെയ്യണമെന്ന് കരുതിയിരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടാൽ പോലും അവർ വോട്ട് ചെയ്യില്ല. അങ്ങനെയുള്ള ഒരാളെ എന്തിനാണ് പിണറായി വിജയൻ ഇത്ര ചുമക്കുന്നത്? അദ്ദേഹത്തിന്റെ പിണറായി വിജയന്റെ ഒരു സ്വഭാവം ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ വെള്ളാപ്പള്ളിക്ക് പിണറായി വിജയനെ കൊണ്ട് ആവശ്യമുണ്ട്. പക്ഷേ പിണറായി വിജയന് വെള്ളാപ്പള്ളിയെ കൊണ്ട് ഈ വോട്ടിന്റെ കാര്യമല്ലാതെ മറ്റൊരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായിരിക്കാം ആ കാരണം? അല്ല, പിണറായി വിജയനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ വിശകലനം ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു തിരിവിൻ്റെ കഥ ഞാൻ പറഞ്ഞല്ലോ. അയാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിലോ ആവറേജ് അല്ല, അതിനേക്കാളും താഴ്ന്ന ഒരു ബൗദ്ധിക നിലവാരവും ഒരു ചിന്താപഥവും ഒക്കെ ഉള്ള ഒരു സാധാരണ അത്രേ ഉള്ളൂ അയാളുടെ ഒരു ബോധം. അയാൾക്ക് അത്രേ ബോധമുള്ളൂ എന്ന് നമ്മൾ പലതവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല അഭിപ്രായങ്ങൾ തട്ടിമുളിക്കുമ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു സൈസ് ചീപ്പായിട്ടുള്ള തമാശകൾ, വാളിൻ്റെ അടിയിൽ കൂടെ നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പുച്ഛം തോന്നുന്ന തമാശകൾ, അതുപോലെ ക്രൂരമായിട്ടുള്ള പ്രതികരണങ്ങൾ. ടി പി ചന്ദ്രശേഖരനെ കുലംകുത്തി വിളിച്ചത് മുതൽ അറിയാമല്ലോ, പരനാറി എന്ന് വിളിച്ചു. അവസാനം മറ്റേ ഇതാണ് നവകേരള സദസ്സിൽ അടിച്ചപ്പോഴത്തേക്ക് ജീവൻ രക്ഷാപ്രവർത്തനം. അപ്പോൾ ആ നിലയിലൊക്കെ പറഞ്ഞു വന്നു. അപ്പോൾ ആ ലെവലിലുള്ളൊരു ഇൻ്റലക്റ്റ് മാത്രമേ അയാൾക്കുള്ളൂ. അതിനപ്പുറത്ത് അയാൾക്ക് പറ്റില്ല. അയാൾക്ക് വെച്ചാൽ ഇപ്പം EMSനെ പോലെ ചിന്തിക്കാൻ പിണറായിയോട് പറയാൻ നമുക്ക് പറ്റുമോ? പറ്റില്ല. പിണറായിക്ക് പിണറായിയുടെ ലെവലും EMSന് EMSിൽ പിണറായിയുടെ ലെവലാണ് പിണറായി ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഈ പിണറായി വിജയൻ എത്ര തരം താഴ്ന്ന ഒരു ചിന്താശൈലിയും ഒരു ചിന്താപഥമുള്ളൊരു മനുഷ്യനാണ് എന്നതിൻ്റെ തെളിവാണ് സ്വന്തം വീട്ടിൽ നിന്നുള്ള വോട്ട് പോലും നടേശൻ പറഞ്ഞാൽ നടേശന് കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത ഒരു നേതാവിനെ അയാളുടെ മകനൊക്കെ എന്തോ VDSലാണ് നിൽക്കുന്നത്. പക്ഷെ അവൻ പോലും അച്ഛൻ പറയുന്നിടത്ത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രയും വിശ്വാസ്യതയാണ് അയാൾക്ക്. അങ്ങനെയുള്ള ഒരാൾ അയാളെ കാറെ കയറ്റിക്കൊണ്ട് പോവുകയും അയാളുടെ കൈ പിടിച്ചുയർത്തുകയും അയാൾ നവോത്ഥാന നായകനും ശ്രീനാരായണ ഗുരുവിൻ്റെ പിൻഗാമിയാണ് എന്ന് പറയുകയും ചെയ്താൽ ഈഴവര് പിണറായിക്ക് വോട്ട് ചെയ്യും എന്ന് അയാൾ ചിന്തിക്കണമെങ്കിൽ എത്ര തരം താഴ്ന്ന ഒരു ഉരുപ്പടിയാണ് ഇയാൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമുള്ള ഇയാളുടെ ഒരു വിനീത വിധേയനായിട്ടുള്ള ഈ ഗോവിന്ദൻ്റെയും, ഞാൻ ഗോവിന്ദൻ എന്ന് പോലും പറയില്ല, ഗോവിന്ദൻ്റെയും പ്രതികരണങ്ങൾ നമ്മൾ കാണേണ്ടത്. എന്താ യഥാർത്ഥത്തിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായത്? ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമഗ്രമായി CPMൻ്റെ ഈ പിണറായിയുടെയും ഗോവിന്ദൻ്റെയും മുഖത്ത് പാർട്ടി അണികൾ ഉൾപ്പെടെ അടിച്ചു. അത് സംശയലേശം ഇനി അവർ ചെയ്തു. അത് ആകസ്മികമായിട്ടുണ്ടായിട്ടുള്ള പരാജയമൊന്നുമല്ല. നിങ്ങൾ കണ്ണൂർ എടുത്ത് നോക്കൂ. CPMന് 30 വർഷം 40 വർഷമായിട്ട് പോലും കയ്യിലിരുന്ന പാർട്ടി പഞ്ചായത്തിലും പാർട്ടി ഗ്രാമങ്ങളൊക്കെ പോയി. കണ്ണൂർ കോർപ്പറേഷനിലൊക്കെ എല്ലായിടത്തും സമഗ്രമായി തീർന്നു കണ്ണൂരിൽ. അതിനുശേഷം നിങ്ങൾ കൊല്ലത്തേക്ക് വന്നേ. തെക്കൻ കേരളത്തിൽ ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം കൊല്ലമാണ്. ആ കൊല്ലത്ത് അത്ഭുതകരമെന്ന് പറയട്ടെ, കോർപ്പറേഷൻ ഉൾപ്പെടെ പോയി. അതുപോലെ തന്നെ ആലപ്പുഴ വേറൊരു ശക്തി കേന്ദ്രമാണ്, അവിടെ പോയി. ഇടുക്കി നമ്മുടെ തിരുവനന്തപുരത്ത് ഇച്ചിരി പരാജയം ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ CPMൻ്റെ കോട്ടകളിലാണ് നമ്മൾ ഇടുക്കി ഉൾപ്പെടെയുള്ള. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് തിരുവനന്തപുരം നഗരസഭയുടെ കാര്യം മാത്രം. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഞാൻ ജില്ലയുടെ കാര്യം. അതായത് CPMൻ്റെ കേരളത്തിലെ കോട്ടകളെന്ന് പറഞ്ഞാൽ 1 കണ്ണൂർ, 2 കൊല്ലം, 3 ആലപ്പുഴ, 4 ഇടുക്കി. എന്നുവെച്ചാൽ പാർട്ടി അണികളുടെ ഒക്കെ ചോദിച്ചോ, അവിടെയാണ് ഏറ്റവും ശക്തവും സമഗ്രവും സുസംഘടിതമായിട്ടുള്ള പരാജയം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത്. എന്ന് പറഞ്ഞാൽ പാർട്ടി അണികൾ ഈ ഗോവിന്ദൻ്റെയും ഈ വിജയൻ്റെയും 2 കരണക്കുറ്റിക്കിട്ടും ആഞ്ഞടിച്ചിരിക്കുന്നു എന്നതാണ് ആ തെരഞ്ഞെടുപ്പിലെ CPMൻ്റെ പരാജയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അതുപോലൊരു പരാജയം സംഭവിച്ചാൽ തലയ്ക്ക് വെളിയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവാണെങ്കിൽ, തലയ്ക്ക് വെളിയുള്ള മുഖ്യമന്ത്രിയാണെങ്കിൽ ഇത് തീർത്തും അപ്രതീക്ഷിതമായി പോയി.
ഞങ്ങൾക്കെതിരായി ചിന്തിച്ചു. സർക്കാർ വിരുദ്ധ വികാരമുണ്ടായി. ശബരിമലയിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ ജയിലിൽ കിടക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സർക്കാരിൻ്റെ പ്രവർത്തന ശൈലി, എൻ്റെ പ്രവർത്തന ശൈലി, മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ പ്രവർത്തന ശൈലി, ഇതിലെല്ലാത്തിലും തിരിച്ചടികൾ ഞങ്ങൾ നേരിട്ടു. അതുകൊണ്ട് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ള നിലയിൽ തിരിച്ചടികൾ തിരുത്തുക, തിരുത്തൽ പ്രക്രിയ ഗൗരവമായി നടത്തുന്ന ഒരു പാർട്ടിയാണ് CPM എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇതെല്ലാം തിരുത്തും. ഈ പരാജയത്തെ ഞങ്ങൾ വളരെ ബഹുമാനത്തോടു കൂടി ഞങ്ങൾ സ്വീകരിക്കുന്നു, വളരെ ഹ്യൂമിലിറ്റിയോടുകൂടി ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങൾ തിരുത്തൽ ജയിക്കാൻ വേണ്ടി എന്ത് തിരുത്തലാണോ വരുത്തേണ്ടത് ആ തിരുത്തൽ അടിമുടി ഞങ്ങൾ നടത്തും എന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ വാക്കിന് എന്തെങ്കിലും അർത്ഥമുള്ള, കമ്മ്യൂണിസം ഒരു അരക്കാൽ കഴഞ്ചെങ്കിലും ബാക്കിയുള്ള ഒരു പാർട്ടി അതാണ് സാധാരണ ചെയ്യുക. എന്നാൽ ഇവിടെ പിണറായി വിജയൻ്റെ വിധേയനും എന്താണ് ഇവിടെ പറഞ്ഞത് നമ്മളൊന്ന് ആലോചിച്ചു. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇവർ മുഖത്തടിക്കുന്ന ജനങ്ങളുടെ അല്ല, ഇവരെ നിലനിർത്തിയിരിക്കുന്ന, ഇവരെ മുഖ്യമന്ത്രിയായും പാർട്ടി സെക്രട്ടറിയുമായും നിർത്തിയിരിക്കുന്ന പാർട്ടി അണികളുടെ മുഖത്താണ് ഇവരടിക്കുന്നത്. ഇയാൾ എന്താ വന്നിട്ട് പറയുന്നത്? ഭരണവിരുദ്ധ വികാരം ഇല്ല, ശബരിമല ബാധിച്ചിട്ടില്ല, സർക്കാർ വിരുദ്ധ വികാരമില്ല. അപ്പോഴാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് അപ്പം തെറ്റിപ്പോയത് ജനങ്ങൾക്കാണ് എന്നാണ് ഇവർ പറഞ്ഞത്. ഞങ്ങൾക്കൊരു തെറ്റും സംഭവിച്ചിട്ടില്ല. അല്ല, എന്നിട്ട് പ്രാദേശികമായിട്ടുള്ള ഒരു നേതൃത്വത്തിന്റെ ചുമലിലേക്കാണ് ഇതിന്റെ ഉത്തരവാദിത്തം, ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഇട്ട് കൊടുക്കുന്നത്. അതായത് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ്റെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞാലല്ലോ നമ്മൾ ചിരിച്ച് മരിക്കും ആ പത്രസമ്മേളനമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ. അയാൾ പറയുന്നത് എന്താണെന്നറിയോ? അയാൾ പറയുന്ന ഒരു കാര്യം, ഞാൻ ആ കൈരളി എന്ന് പറഞ്ഞ ചാനലുണ്ട്, ആരും കാണാൻ കിടക്കുന്നൊരു ഊച്ചാളി ചാനലുണ്ട്, ഞാനിത് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇയാളുടെ പത്രസമ്മേളനം 1 മണിക്കൂറുണ്ട്, അത് മുഴുവൻ ഞാൻ ഇരുന്ന് വളരെ ബുദ്ധിമുട്ടി ഞാനത് കേട്ടു. അതിലയാൾ പറയുകയാണ് കോൺഗ്രസും BJPയും തമ്മിൽ അന്തർധാര ഉണ്ടായിരുന്നു എന്ന്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറയുക? കാരണം തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും കോൺഗ്രസും BJPയും തമ്മിൽ അന്തർധാര ഉണ്ടായിരുന്നു. ഈ ഗോവിന്ദനും പറഞ്ഞിട്ടില്ല, വിജയനും പറഞ്ഞിട്ടില്ല, ദാസനും വിജയനും എന്ന് പറയുന്ന പോലെ ഗോവിന്ദനും വിജയനും പറഞ്ഞിട്ടില്ല. ഇപ്പം എന്നിട്ട് ഇവർ തമ്മിൽ അന്തർധാരയുണ്ടെന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഈ ഗോവിന്ദൻ എന്നാ പറയുന്നതെന്നറിയാമോ? സത്യം പറഞ്ഞാൽ കരഞ്ഞുപോയി. സത്യം പറഞ്ഞാൽ കരഞ്ഞുപോയി. 900 ചില്ലാനം പഞ്ചായത്തുണ്ട് കേരളത്തിൽ. ആ പഞ്ചായത്തിൽ അവിടെ ഇവിടെ 3-4 പഞ്ചായത്തുകൾ എടുത്തിട്ട്, അവിടുത്തെ വിയൂരത്തെ പഞ്ചായത്ത്, പൊരുവഴിയിലെ പഞ്ചായത്ത്, ഒരു 3-4 പഞ്ചായത്തുകൾ എടുത്തിട്ടാണ് ഇയാൾ ഈ കോൺഗ്രസും BJPയും തമ്മിൽ അന്തർധാരയാണെന്ന്. ഇയാൾക്ക് നാണം ഉണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. 1000-നടുത്ത് പഞ്ചായത്തുകൾ കേരളത്തിലുള്ളത് 3-4 പഞ്ചായത്ത് എടുത്തിട്ട് ഇയാൾ പറയുകയാണ്. 1. 2, ഇയാൾ പറയുകയാണ് ശബരിമല ഞങ്ങളെ ഏറ്റിട്ടില്ല. അതിന് ഇയാൾ പറയുന്നതെന്നറിയോ? പന്തളത്ത് ഒരു മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ ജയിച്ചു, ശബരിമല നിൽക്കുന്ന ഒരു വാർഡിൽ ഞങ്ങൾ ജയിച്ചു. എവിടെ ജയിച്ചാൽ ആലോചിച്ച് നോക്കണം. ഇപ്പോൾ സാധാരണ വഴി കൂടെ പോകുന്ന ഒരുത്തരത് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് മലന്നിരുന്നു കൊണ്ട് ഒരുത്തം പറയുന്ന ഉദാഹരണങ്ങളാണിത്. ഇത് കേൾക്കുന്ന പാർട്ടി അണികൾ എന്ത് വിലയാണ് ഇവർക്ക് കൊടുക്കുക? എന്നിട്ടത് ഭയങ്കര വർഗീയ ശക്തികളെ എതിർക്കുന്നവർ ഞങ്ങളാണ്. ഏത് ലാവ്ലിൻ കേസും മാസപ്പടി കേസും എല്ലാം ഒത്തുതീർത്ത് കൊടുക്കുന്ന ആ പാർട്ടി ആണ്, ആ പാർട്ടി എതിർക്കുന്നത് ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം വൃത്തികേടുകൾ അയാൾ പറഞ്ഞിട്ട് അവസാനം അയാളോട് ചോദിച്ചു, ഞാനതൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ശബരിമല പെരുങ്കൊള്ള ബാധിച്ചോ എന്നൊരു ചോദ്യത്തിന് അയാൾ കൊടുക്കുന്ന മറുപടി കേട്ടാലുണ്ടല്ലോ, നമ്മൾ ഈ ഭിത്തിയിൽ എവിടെയെങ്കിലുമൊക്കെ പോയി നമ്മൾ തലയിടിച്ച് തല പൊട്ടി ചോര വാർന്നങ്ങ് മരിച്ച അങ്ങ് തൂങ്ങിച്ച തലം നമ്മൾ ആലോചിച്ചു. അത്ര മറുപടിയാണ് ഇയാൾ കൊടുക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ശബരിമല പെരുങ്കൊള്ള CPMനെ ഏറ്റവും ശക്തമായി ബാധിച്ചെന്നുള്ളതിന് എന്ത് സംശയം? അത് മാത്രം കൊണ്ട് സത്യം പറഞ്ഞാൽ ഈ കോൺഗ്രസ്സുകാരൻ ഒരു പ്രചരണവും നടത്താതെ ജയിച്ചതിൻ്റെ ഒറ്റ കാരണം ശബരിമലയല്ലേ. ശബരിമല പെരുങ്കൊള്ള കേസിൽ ജയിലിൽ കിടക്കുന്ന 2 പ്രധാനപ്പെട്ട ആളുകൾ, 2 പേര് ജയിലിൽ കിടപ്പുണ്ട്. അതിൽ ഒരാൾ N വാസു. അയാൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലം മുതൽ തന്നെ കാപ്സ്യൂൾ കമ്മ്യൂണിസ്റ്റാണ്. കുളക്കട പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി ഇരിക്കുന്ന 80-കൾ മുതൽ തന്നെ കാപ്സ്യൂൾ കമ്മ്യൂണിസ്റ്റാണ്. 990 അയാളെ വിജിലൻസ് ട്രിബ്യൂണലായിട്ട് വെച്ചു. അതിനുശേഷം അയാളെ VS ഗവൺമെൻറ് കാലത്ത് PK ഗുരുദാസിൻ്റെ അഡീഷണൽ റൈറ്റ് സെക്രട്ടറി ആയിട്ട് വെച്ചു. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അയാളെ ദേവസ്വം കമ്മീഷണറായിട്ട് വെച്ചു. അവസാനം വീണ്ടും അയാളെ ദേവസ്വം കമ്മീഷണറായിട്ട് വെച്ചു. അതിനുശേഷം അയാളെ ദേവസ്വം പ്രസിഡൻ്റായിട്ട് വെച്ചു. അയാൾ 2 മാസമായിട്ട് ജയിലിലാണ്. അതുപോലെ തന്നെ ഇയാൾ പത്മകുമാർ 10-40 വർഷക്കാലമായി പത്തനംതിട്ടയിലെ ഏറ്റവും സമുന്നതനായ നേതാവും ഏറ്റവും പ്രധാനപ്പെട്ട
പിണറായി പക്ഷ നേതാവാണ് അയാൾ, പിണറായി പക്ഷ നേതാവ്. അയാളും ജയിലിൽ പോയിട്ട് 1.5 മാസമായി, നടപടിയില്ല. അതാണ് ഈ ജിൻഡോ ജോൺ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, ജയിലിലും ജില്ലാ കമ്മിറ്റിയിലും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പത്മകുമാർ. നടപടിയില്ല. ഈ നടപടിയില്ല എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ നടപടിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ പ്രാഥമികമായി ഒന്ന് പറഞ്ഞോട്ടെ. ഏതാണ്ട് പിന്നെ ഇതിന് സമാനമായിട്ടുള്ളൊരു വിവാദമാണ് PP ദിവ്യയായിട്ട് ബന്ധപ്പെട്ട് വന്നത്, നവീൻ ബാബു. അതിൽ കുറ്റപത്രം ഈ അടുത്ത കാലത്താണ് സമർപ്പിച്ചത്. ആ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ അവരെ ജില്ലാ കമ്മിറ്റിയിലും മാറ്റി, അവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി, ഇവിടെ മാറ്റുന്നില്ല. ഇനി ഇവർ ഈ പാർട്ടി അണികളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പാണെന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? അയാൾ അവിടെ ഇരുന്ന് പറയാണ്. പിന്നെ അയാളുടെ ഒരു ക്രോണിയായിട്ടൊരു സ്വരാജ് എന്ന് പറഞ്ഞൊരുത്തനും അവിടെ നിന്ന് പറഞ്ഞു, അത് വരാതെ പോട്ടെ. ഇയാൾ ഗോവിന്ദൻ പറയുകയാണ്, ഞങ്ങൾ അവർക്കൊരു നടപടി എടുക്കും. പക്ഷേ എന്തിനാണ് അവർ ജയിലിലാക്കിയത്? അവരെന്ത് കുറ്റമാണ് ചെയ്തത്? അവർ എന്തെങ്കിലും നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിച്ചോ? അവരറിഞ്ഞുകൊണ്ടാണോ പിന്നെ ഇത് നടന്നത്? അവർക്കെന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതൊന്നിനെക്കുറിച്ചിട്ടൊന്നും നമുക്ക് ഒരു പിടിയും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഗോവിന്ദൻ എന്ന് പറയുന്ന ഈ കേരളത്തിലാണോ ഇയാൾ ജീവിക്കുന്നത്? ഞാൻ ഇന്നലെ അതിനെക്കുറിച്ച് കേരളത്തിൽ ജീവിക്കുന്നതിനെ കുറിച്ച് പുള്ളിയുടെ ആ ബുദ്ധിയെക്കുറിച്ച് വേണം, ബുദ്ധിസ്ഥിരതയെക്കുറിച്ച് വേണം ഒന്ന് അന്വേഷിക്കാനായിട്ട്. അത്രയ്ക്ക് എത്ര വിഡ്ഢിത്തമാണ് ഇത്. ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പാർട്ടി ക്ലാസ് അല്ല, ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് എന്ന് കരുതി ഈ ജനങ്ങളെല്ലാം ഇത് കാണുകയാണെന്നുള്ളൊരു ബോധം പോലും ഒരു പാർട്ടി സെക്രട്ടറിക്ക് വേണ്ടി. ഇയാൾ എന്താ പറഞ്ഞു? നമുക്കതിനെക്കുറിച്ചൊരു ബോധവുമില്ല, നമുക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല, കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ മാത്രമേ നമുക്കതിനെക്കുറിച്ച് അറിയുള്ളൂ എന്ന് ഇയാൾ പറയുമ്പോൾ, ഇയാൾ പാർട്ടിയുടെ ഒരു ശിപായി അല്ല, ഇയാൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇയാൾക്ക് ആ റിമാൻഡ് റിപ്പോർട്ടെങ്കിലും എടുത്തൊന്ന് വായിക്കണ്ടേ? റിമാൻഡ് റിപ്പോർട്ട് എടുത്ത് വായിച്ചാൽ നമുക്ക് അതിനകത്ത് കാണുന്നത് എന്താ? സ്വർണം ചെമ്പാണെന്ന് പച്ച മഷിയിൽ എഴുതി ഒപ്പിട്ടവനല്ലേ പത്മകുമാർ. അയാളുടെ നേതൃത്വത്തിലല്ലേ ഇത് ശബരിമലയിൽ നിന്ന് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇത് കൊടുത്തുവിട്ടത്. ഇവർ തമ്മിൽ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി ദേവസ്വം ബോർഡിന് വലിയ തോതിലുള്ള നഷ്ടമുണ്ടാക്കി എന്നുള്ളതിന് 1-ലധികം തവണ പിന്നെ റിമാൻഡ് റിപ്പോർട്ടുകളില്ലേ, കസ്റ്റഡി അപേക്ഷകളില്ലേ? നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത കസ്റ്റഡി അപേക്ഷ, അതിൽ നമ്മളെന്താ പറഞ്ഞത്? പീഠം, ദ്വാരപാലക ശില്പം, കട്ടിളപ്പാളി, കട്ടിളയ്ക്ക് മുകളിലായി പ്രഭാമണ്ഡലം ഉൾപ്പെടെ ഉള്ളിടത്ത് 7 പിന്നെ സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളികൾ കൊണ്ടുപോയതിൻ്റെയാണ് റിമാൻഡ് റിപ്പോർട്ട് ഇതെല്ലാം പറഞ്ഞത്. ആ കസ്റ്റഡി അപേക്ഷ, ആ കസ്റ്റഡി അപേക്ഷയിലും ഇത് കൊണ്ടുപോയതിൻ്റെ ഗൂഢാലോചന ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും N വാസുവും പത്മകുമാറും കൂടെ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണെന്ന കസ്റ്റഡി അപേക്ഷയിൽ പച്ച മലയാളത്തിൽ എഴുതി വച്ചിരിക്കുന്നത് വായിക്കാൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പ്രാന്ത് പിടിച്ചാൽ കസരന്നിറങ്ങി വേറെ എങ്ങോട്ടേലും തളിപ്പറമ്പിലോ എവിടെയാണെന്ന് വെച്ചാൽ ആന്തൂറോ എവിടെയാണെന്ന് വെച്ചാൽ വീട്ടിലേക്ക് വല്ല വണ്ടിയും കയറി പോവല്ലേ വേണ്ടത്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ട് ഇയാൾ ഈ പൊട്ടനെയും മരപ്പൊട്ടനായിട്ടുള്ള മനുഷ്യൻ ഇരുന്നിട്ട് പറയുക നമുക്കതിനെക്കുറിച്ച് വല്ല ബോധമുണ്ടോ, നമുക്കറിയാവോ എന്ന്. ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു പാർട്ടി സെക്രട്ടറിയെയും ഇങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയെയും എന്തെങ്കിലും ബോധം തലയ്ക്കകത്തുള്ള പാർട്ടി അണികൾ നിലനിർത്തുമോ? ഇനി നമ്മൾ പിണറായി വിജയനിലേക്ക് വരിക. പിണറായി വിജയൻ 2021 എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ജയിച്ചത്? പിണറായി വിജയൻ ജയിച്ചത് അബദ്ധവശാൽ ജനങ്ങൾക്കൊരു വലിയ ഒരു തെറ്റ്, അവരുടെ ജീവിതത്തിൽ പറ്റാത്തൊരു തെറ്റ് പറ്റിപ്പോയി. ആ കോവിഡിൻ്റെയും കിറ്റിൻ്റെയും പെൻഷൻ്റെയൊക്കെ മറവിൽ ഇയാളെ ജയിപ്പിച്ചു. ഇയാളെ ജയിപ്പിച്ചപ്പോൾ തന്നെ ഇയാളുടെ സമനില പോയി. നമ്മളത് വേറൊരു വീഡിയോയിൽ പറഞ്ഞു, ഇയാൾ അങ്ങ് അർമാദിച്ചു, ഞാൻ കാരണമാണ്. ഞാൻ പറഞ്ഞ അത്രയ്ക്ക് ബോധ നിലവാര ബുദ്ധി ഞാൻ പറഞ്ഞ ആ ലെവലല്ലേ ഉള്ളൂ, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ അങ്ങ് അർമാദിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു? അയാളുടെ മരുമകനെ കൊണ്ടുവരണം. ഞാൻ പറഞ്ഞത് ഇയാളുടെ ഒരു ബോധ നിലവാരത്തിൻ്റെ ഒരു ദയനീയതയും ഒരു താഴ്ചയാണ് അത് കാണിക്കുന്നത്. കാരണം സമനിലയും ഈ പറഞ്ഞ പോലെ യുക്തിചിന്തയുമുള്ള ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ അയാളുടെ മരുമനെ കൊണ്ടുപോയി പാർട്ടിക്കകത്ത്. അല്ലെ, കൊണ്ടുവന്നതിൽ അയാളുടെ നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല. കാരണം സ്വന്തം കുടുംബത്തിന് വേണ്ടിയാണല്ലോ പിണറായി വിജയന്റെ ജീവിതം. അല്ല, പക്ഷെ എന്തുകൊണ്ട് എതിർക്കാൻ ഒരു നേതാവോ ഒരു അണിയോ പോലും തയ്യാറായില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. അതിനകത്തേക്ക് വരുന്നതിന് മുമ്പ് ഒരു സാമാന്യ ബോധമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു കാരണവശാലും തൻ്റെ മരുമകനെ മത്സരിപ്പിക്കാൻ പോലും സമ്മതിക്കില്ല. അതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണ് അവൻ്റെ മരുമകന് വേണ്ടി ചിന്തിക്കുന്നത്? അവൻ ചിന്തിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി മാത്രമേ ചിന്തിക്കുകയുള്ളൂ, മരുമകന് വേണ്ടി മകൾക്ക് വേണ്ടി ചിന്തിക്കുക. അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളൊരു കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് അപ്പം തന്നെ ഇയാൾ തെളിയിച്ചു, മരുമകനെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? മരുമകനെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലത്തിൽ മത്സരിപ്പിച്ചു, ബേപ്പൂരിൽ മത്സരിപ്പിച്ചു. എന്നിട്ട് ജയിപ്പിച്ചിട്ട് മന്ത്രിസഭയിൽ ഏറ്റവും നല്ല 2 വകുപ്പുകൾ കൊടുക്കുക.
ഇനിയിപ്പോൾ ജയിപ്പിച്ച് MLA ആയിക്കെങ്കിൽ തന്നെ ആ മരുമകൻ മത്സരിച്ചു ജയിച്ചു MLA ആയി, അവിടെ നിർത്തണ്ടേ? അവിടെയും അയാളുടെ അഹങ്കാരവും അയാളുടെ ആക്രാന്തവും അവസാനിക്കുന്നില്ല. അയാൾ മരുമകനെ എന്ത് ചെയ്യുന്നു? മന്ത്രിയാക്കുന്നു. ഇനി മന്ത്രിയാക്കുകയാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഏതെങ്കിലും 2 ചില്ലറ ചെറുകിട വകുപ്പുകൾ കൊടുത്ത് അവിടെ ഇരുത്തിയാൽ പോരെ? കാരണം എൻ്റെ മരുമകനല്ലേ, അപ്പം മരുമകന് പ്രധാനപ്പെട്ട വകുപ്പുകൾ കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു വിമർശനം വരില്ലേ എന്ന് തോന്നണമെങ്കിൽ ഒരു സാധാരണ ചിന്താ നിലവാരമെങ്കിലും ഉള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരിക്കണം. അയക്കതില്ല. അയാൾ അതുകൊണ്ട് എന്ത് ചെയ്തു? പൊതുമരാമത്ത് ദിവസം കൊടുത്തു. ഇനി കൊടുത്തു കഴിഞ്ഞിട്ട് അവിടുന്ന് അയാളുടെ ആക്രാന്തം തീരുന്നില്ല. ഇയാൾ എന്ത് ചെയ്തു? മകനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവന്നു. മരുമകനെ മനസ്സിലായില്ലേ? സംസ്ഥാന സെക്രട്ടറി. അപ്പോൾ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ മരുമകന് ചെയ്തു കൊടുത്താണല്ലോ. അപ്പോൾ മരുമകനെ സംസ്ഥാന സെക്രട്ടറി കൊണ്ടുവരുമ്പോഴത്തേക്ക് മറ്റുള്ളവരെന്ത് വിചാരിക്കും? അവനേക്കാളും സീനിയർ ആയിട്ടുള്ള എത്രയോ ആളുകൾ ഈ പാർട്ടിയിലുണ്ട്. അവർ ഇല്ല, കാരണം ആ നിലവാരമേക്കുള്ളൂ എന്ന് മാത്രമല്ല, ഈ അഹങ്കാരിയായിട്ടുള്ള ഈ മനുഷ്യൻ ആ മരുമകനെ കേന്ദ്ര കമ്മിറ്റിയിൽ കൊണ്ടുവരാൻ വേണ്ടി വരെ ശ്രമിച്ചു കഴിഞ്ഞ മധുര പാർട്ടി കോൺഗ്രസിൽ. അപ്പോൾ എത്ര തറയേക്കാൾ താഴ്ന്ന അണ്ടകടാഹം നിലവാരം മാത്രമേ ഇയാൾക്ക് ഉള്ളൂ എന്നുള്ളൊരു തെളിവല്ലേ? മകനെ കൊണ്ടുവന്നു, മകനെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചു, മകനെ മന്ത്രിയാക്കി, മകന് പ്ലമായിട്ടുള്ള പോസ്റ്റുകൾ കൊടുത്തു, മകനെ സംസ്ഥാന സെക്രട്ടറി കൊണ്ടുവന്നു, മരുമകനെ. എന്നിട്ട് മരുമകനെ കേന്ദ്ര കമ്മിറ്റി അംഗമാക്കാനും ശ്രമിച്ചു. ഇനി മരുമകനെ മത്സരിപ്പിക്കാനും മരുമകനെ സീനിയറാക്കി മാറ്റാനും വേണ്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്തു? കഴിവുള്ളവന്മാരെല്ലാം 2 ടൈം മത്സരിച്ചു, 75 വയസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ദൂരെ കളഞ്ഞു. പേരുകൾ ഞാൻ അടുത്ത് പറയുന്നില്ല, ജിസു ആരംഭമുള്ളവരുടെ കാര്യം നമുക്കറിയാം. ഇതെല്ലാം മരുമകന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അയാൾ കഴിഞ്ഞ 5 വർഷം പ്രവർത്തിച്ച ആർക്ക് വേണ്ടിയിട്ടാ? മകൾക്ക് വേണ്ടി. അതിൻ്റെ കഥ പറയണമെങ്കിൽ 3-4 വീഡിയോകൾ വേറെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. ഇപ്പം അതിദയനീയമായിട്ടുള്ളൊരു പരാജയം ഉണ്ടായിട്ടും ഈ അഹങ്കാരി ഒരു അരക്കാൽ ശതമാനം പോലും തിരുത്താൻ തയ്യാറാവുന്നില്ല. ഇത്രയും വലിയൊരു തിരിച്ചടി കിട്ടിയിട്ടും അയാൾ പറഞ്ഞു ഞാൻ ബിനോയ് വിശ്വം അല്ല, ഞാൻ പിണറായി വിജയൻ. വഴിയിൽ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ കയറ്റിക്കൊണ്ടു പോകും. ഞാൻ പറഞ്ഞു ഇത് ഈ ആളുകളുടെ ബുദ്ധി നിലവാരത്തെ അളക്കാണ് ഇയാൾ ചെയ്യുന്നത്. ഇയാളുടെ വിചാരം ബുദ്ധി മുഴുവൻ ഇയാളുടെ തലയ്ക്കകത്തുള്ളതെന്നും ബാക്കിയുള്ള ജനങ്ങളുടെ തലയ്ക്കകത്ത് മുഴുവൻ കളിമണ്ണാണ് ഇരിക്കുന്നതെന്നാണ് ഇയാൾ വിചാരിച്ചിരിക്കുന്നത്. ഇയാൾ ഇപ്പോഴും തന്നെ പറയുകയാണ്. എന്നിട്ട് അയാൾ എന്താ പറയുന്നത്? ഞങ്ങളങ്ങോട്ട് വീടുകളിലേക്ക്. അപ്പോൾ ഇയാൾ പൊട്ടന്മാരാണ്. ഇപ്പം ജനങ്ങളെന്നാ വിചാരിക്കും ഞങ്ങൾ വീടുകളിലേക്ക് പോകാൻ പോവാണ് 15 ദിവസം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ കൂടെ ഞാൻ പറയുകയാണ് പാർട്ടി അണികളോടും പാർട്ടി അനുഭാവികളോടും, ദയവ് ഇത് നിങ്ങൾ വീടുകളിൽ കയറുന്നത്. ആളുകൾ ചാണാമുഖിയ ചൂലുകൊണ്ട് നിങ്ങളെ വീട്ടിൽ കയറി അടിക്കും, ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് ഹിന്ദു മതവിശ്വാസികളുടെയൊക്കെ വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കയ്യും കാലുമായിട്ട് തിരിച്ചു പോരുമെന്ന് പോലും. അപ്പം അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത്രയും ജനങ്ങൾ നമ്മളോട് എതിർത്ത് നിൽക്കുകയാണ്. എതിർത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ജനങ്ങളെ വീട്ടിൽ സന്ദർശിച്ച് അവർ നമുക്ക് അടിതരില്ലേ എന്ന് ചോദിക്കാനുള്ള ഒരു സാമാന്യ ബോധം പോലും ഇയാൾക്കില്ല എന്ന് മാത്രമല്ല, ഇയാളും ഈ ഗോവിന്ദനും കൂടെ പറയുന്നത് എന്താണെന്നറിയോ? ഇത്രയും സമഗ്രമായിട്ടൊരു പരാജയം ഉണ്ടായിട്ടും അയാൾ പറയുന്നത് ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ജനങ്ങളോട് ചോദിക്കും എന്താണ് ഞങ്ങൾക്ക് തെറ്റുപറ്റിയത്. അപ്പോൾ തെറ്റുപറ്റിയത് എന്താണെന്ന് പോലും മനസ്സിലാക്കാനുള്ള ബോധവും നിലവാരവും ഈ ഭ്രാന്തന്മാർക്കില്ല. ഇതിനകത്ത് നമുക്ക് ചിരിക്കാൻ പറ്റാതെ വരുന്നതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഈ പാർട്ടിയിൽ EMSനെ പോലുള്ളവർ, നയനാരെ പോലുള്ളവർ, അച്യുതാനന്ദനെ പോലുള്ളവരൊക്കെ ഇരുന്ന ഈ പാർട്ടിയിലാണ് വിജയനും ഗോവിന്ദനും ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അത് ഈ പാർട്ടിയിൽ മാത്രമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു കുമാരനാശാൻ്റെ ഇരുന്ന കസേരയിൽ വെള്ളാപ്പള്ളി അടച്ചിരിക്കും, മന്നത്ത് പത്മനാഭൻ്റെ കസേരയിൽ സുകുമാരൻ നായർ ഇരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഇത് കൊണ്ടേ ഞങ്ങൾ പോകൂ എന്നാണ് ഇവർ രണ്ടുപേരും പറഞ്ഞത്. ഇപ്പോൾ എന്താ പറയുന്നത്? ഇപ്പോൾ എല്ലാം തീർന്നെന്ന് ബോധ്യമായപ്പോഴത്തേക്കും ഇപ്പോൾ 2 തവണ മത്സരിച്ചതും 75 വയസ്സ്, ഇനി 90 വയസ്സുകാരന് ഉണ്ടെങ്കിൽ അവനെയും വരെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ കുഴിമാടത്തിന് അകത്ത് കിടന്ന് ചത്ത് ചീഞ്ഞവനെ വരെ ചിലപ്പോൾ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചേക്കും. കാരണം എങ്ങനെയും ജയിക്കണം, ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു ശവശരീരത്തിനെ മത്സരിപ്പിക്കണം എന്ന് തീരുമാനിച്ചാൽ പോലും അതുകൊണ്ട് കൊണ്ടുപോയവന്മാരെല്ലാം തിരിച്ചു കൊണ്ടുവരിക. മനസ്സിലായോ? പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇതല്ല ഇതിനപ്പുറത്ത് ഇനി അന്യഗ്രഹത്തിൽ നിന്ന് ഏതെങ്കിലും ഒരുത്തനെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് മത്സരിപ്പിച്ചു എന്നാൽ പോലും 8 നിലയെ പൊട്ടുക എന്നുള്ളതല്ല. ഇനി CPMനും പിണറായി വിജയനും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ യോഗയേ ഉള്ളൂ, 8 നിലയിൽ നിൽക്കുന്നിടത്ത് മുഴുവൻ പൊട്ടുക എന്നുള്ളതല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. അതായത് ധർമ്മടത്ത് നിന്ന് പിണറായി വിജയൻ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ധർമ്മടത്ത് തീർച്ചയായും അദ്ദേഹം ജയിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം കഴിഞ്ഞ 2021 50,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ഒരു MLA ആയിട്ട് നിയമസഭയിൽ വരുമോ? അതൊരു പ്രതിപക്ഷ നേതാവായി തുടരുമോ? അങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ. അതായത് ഇയാൾ 50,000 വോട്ടിന് അവിടെ ജയിച്ചു 2020. 50,000 വോട്ട് ജയിച്ച അവർ വേറെ ഉണ്ട്. 50,000 വോട്ടാണ് ഇയാൾ ജയിച്ചെങ്കിൽ മട്ടന്നൂർ KK ശൈലജ 60,000 വോട്ടാണ് ജയിച്ചത്.
40,000 35,000 50,000 വോട്ടിന് ജയിച്ചൊരു മനുഷ്യൻ എത്ര വെറുക്കപ്പെട്ടനായിരുന്നാലും മുറിക്കകത്ത് അടച്ചിരുന്നാൽ പോലും ഒരു 5,000 വോട്ടിന് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇനി ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ തെക്കൻ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് 2016 തെരഞ്ഞെടുപ്പിലാണ് തുറവൂരിൽ നിന്ന് ഏതാണ്ട് 35,000-40,000 വോട്ടിനാണ് ആരിഫ് എന്ന് പറഞ്ഞ ആൾ ജയിച്ചത്. തെക്കൻ കേരളത്തിൽ മണ്ഡലമാണ് നോക്കുന്നത്. അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഷാനിമോൾ ഉസ്മാൻ 2,000 വോട്ടുകാർ അവിടെ ജയിച്ചു. അപ്പോൾ ഒരു മണ്ഡലത്തിൽ അപ്പോൾ അതുകൊണ്ട് ഈ ജനവികാരം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ആ ജനവികാരം എല്ലാ സമയത്തും ഒരുപോലെ അങ്ങ് നിൽക്കുമെന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ജനവികാരം ഇതുപോലെ നിന്നാൽ പിണറായി ഞാൻ ചോദിക്കട്ടെ, 996 മാരാരിക്കുളത്ത് എന്താ സംഭവിച്ചത് ചോദിച്ചു എന്നാലോചിച്ച് നോക്കി. എൻ്റെ ഒരു തലയുടെ ഒരു പ്രത്യേകത ഏതാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് ഓർമ്മ വരും. പിണറായി വിജയൻ ധർമ്മടത്ത് എങ്ങനെയായിരുന്നു, അതിനേക്കാൾ 10 ഇരട്ടി സ്വാധീനം മാരാരിക്കുളം മണ്ഡലത്തിൽ VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നില്ലേ? അതെ അവിടെ അദ്ദേഹം രണ്ട് ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ VS അച്യുതാനന്ദനായിരുന്നില്ലേ മുഖ്യമന്ത്രി? അതെ, തോറ്റു തുണ്ണം പാടിയില്ലേ VS അച്യുതാനന്ദൻ 996. ഇപ്പൊ കണ്ണൂരിൽ പാർട്ടി ഉണ്ടാക്കിയ പിന്നെ സ്ഥലത്തെ പഞ്ചായത്തിൽ പോലും തോറ്റു എന്നാണ് കേൾക്കുന്നത്. 30-40 വർഷമൊക്കെ ജയിച്ചിരുന്ന പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ഇത്തവണ തോറ്റു എന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് പിണറായി വിജയൻ പോലും അടുത്തവണ അവിടെ നിന്ന് കഴിഞ്ഞാൽ ജയിക്കുമെന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ കൊല്ലം കോർപ്പറേഷനിൽ കോൺഗ്രസ്സുകാരൻ പോലും സ്വപ്ന വിചാരിച്ചില്ല അവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ മേയർ ഇരിക്കുക. ഈ ആലോചിച്ചു എന്നിട്ട് പോലും ആ തെറ്റ് അവർ തിരുത്തുന്നില്ല. ശരി, ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾക്ക് ചില പിഴവുകൾ ഉണ്ടായേക്കാം, അത് ഞങ്ങൾ ഇനി അത് കണ്ടെത്തി തിരുത്തി മുന്നോട്ട് പോകും എന്നൊരു പേരിനെങ്കിലും ഒരു പരാമർശം നടത്തിയിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ഒരു 10 വോട്ട് ആ ഒരു സഹതാപ തരംഗത്തിന്റെ പേരിലെങ്കിലും ആ പെട്ടിയിൽ വീണേനെ. അല്ല, അതെന്ന് വെച്ചാൽ അതൊന്നും നമ്മൾ അത് ആ ഘട്ടം എല്ലാം കഴിഞ്ഞു പോയി. ഇപ്പം നമ്മൾ ഇന്ന് പത്രത്തിൽ കണ്ടെന്താണ്, തൃശ്ശൂർ ജില്ലയിലെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു മുസ്ലിം ലീഗ് സ്വതന്ത്രനെ കൂറുമാറ്റി ജയിക്കാൻ 50 ലക്ഷം രൂപയാണ്. 50 ലക്ഷം അവൻ 50 ലക്ഷം രൂപ മേടിച്ച് അവൻ രാജിവെച്ച് കൊടുക്കുകയും ചെയ്തു, മറന്ന് കൊടുക്കുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു നിലവാരം. ഒരു ബ്ലോക്ക് തലത്തിൽ പോലും ഒരാളെ കൂറുമാറ്റിക്കാൻ 1/2 കോടി രൂപ പിന്നെ ഉണ്ടാക്കുന്ന നിലയിലേക്കാണ് കോടി രൂപ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ പോലും കൊടുക്കുമ്പോൾ CPM ഒരു ആസ്തി. അല്ല, ഞാൻ പറഞ്ഞു അതാണ്, ഞാൻ ആ ലെവലിലേക്കാണ് പിണറായി വിജയൻ ഈ പാർട്ടിയെ കൊണ്ടുപോയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇനി പാർട്ടി നന്നാവുക എന്നൊക്കെ പറയുന്നത് നമ്മൾ പറഞ്ഞ് നമ്മുടെ വാജിത്തേക്കാൻ നമ്മൾ നിൽക്കണ്ട. ഈ പാർട്ടി ഈ വിജയൻ്റെയും ഗോവിന്ദൻ്റെയും കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമാകേണ്ടത് പാർട്ടി അണികളുടെ ആവശ്യമാണ് നമ്മൾ മനസ്സിലാക്കണം. സത്യത്തിൽ ഈ പാർട്ടി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തവണ തോപ്പിച്ച് കൈ കൊടുത്തത് പാർട്ടി അണികൾ. പക്ഷേ പാർട്ടി അണികൾക്ക് മനസ്സിലാക്കി തോപ്പിച്ച് കൈ കൊടുത്തിട്ടും പഠിക്കുന്നില്ല. അതുകൊണ്ട് അടുത്തവണ ഇതിനേക്കാളും വലിയ അടി പാർട്ടി അണികൾ കൊടുക്കും. പാർട്ടി അണികൾക്ക് ഇത് തീർന്നാലേ ഇനി നന്നാവുള്ളൂ എന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത അടി അവർ തെരഞ്ഞെടുപ്പിൽ കൊടുക്കും. അത് ഏറ്റുവാങ്ങി നേരായ വഴിക്ക് പിന്നെ പോകാനുള്ള ലക്ഷണം UDF കാണിച്ചാൽ UDFന് കൊള്ളാം. അതിന് പകരം മന്ത്രിമാരാരാണ്, ഇവിടുന്ന് ആരൊക്കെ മത്സരിക്കണം, MP-മാർ തന്നെ പിന്നെ ഇളവ് കിട്ടി മത്സരിക്കണം എന്നൊക്കെ പറഞ്ഞ് നോക്കിക്കൊണ്ടാണ് ഇവന്മാർ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പല വീഡിയോകളിൽ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ ഇവന്മാർക്ക് ഒരു 100-110 സീറ്റ് കിട്ടാനുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ട്. അത് ഒരു 50 ആക്കി ചുരുക്കാനുള്ള കഴിവുള്ളവരാണ് ഈ UDF-കാർ. അവരിനി എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാൻ പറ്റുള്ളൂ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പിണറായി വിജയൻ്റെയും ഗോവിന്ദൻ്റെയും കാലഘട്ടത്തിൽ CPM ഏതാണ്ട് ഈ കേരളത്തിലെ രാഷ്ട്രീയ നവോമണ്ഡലത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും എന്ന് ഗോവിന്ദനും പിണറായിയും പറയുന്നതിൽ നിന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും ഇനി വരാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ പാർട്ടിയെ ചവിട്ടുപടിയാക്കിക്കൊണ്ട് മുകളിലേക്ക് കയറി നിൽക്കുന്ന ഈ നേതാക്കൾ, പിണറായി വിജയനും ഗോവിന്ദനും അടക്കമുള്ള നേതാക്കൾക്കും ഒരു തിരിച്ചടിയാണ്. കാരണം പാർട്ടി തകർന്ന് ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഇവരുടെ ഒരു അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. കാരണം അണികൾ പോലും ഇവരൊക്കെ സമരം നടത്തിയും അതുപോലെ റോഡ് തടഞ്ഞും മന്ത്രിമാരെയും പ്രതിപക്ഷത്തുള്ളവരെയും അതായത് ഇപ്പോൾ അന്നത്തെ ഭരണാധികാരികളെയും ഒക്കെ റോഡിലൊക്കെ തടഞ്ഞ് വലിയ ഒരു പ്രശ്നമുണ്ടാക്കാം എന്നുള്ളൊരു തരത്തിലേക്കായിരിക്കും ഇവരുടെ ഒരു തീരുമാനം. പക്ഷേ എന്തായിരുന്നാലും അത് ഇനിയുള്ള കാലത്ത് നടക്കാൻ പോകുന്നില്ല. കാരണം അണികൾ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു, ഇപ്പോൾ പാർട്ടിയിലുള്ളത് അണികളല്ല ആശ്രിതരാണ്. അതായത് അവർക്ക് കിട്ടിയ ആനുകൂല്യങ്ങൾ, പാർട്ടി അവർക്ക് കൈയച്ചു നൽകിയിരിക്കുന്ന ആനുകൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി ഈ പാർട്ടിയോട് ഒട്ടി നിൽക്കുന്ന വെറും ഗുണ്ടകൾ മാത്രമാണ് ഇപ്പോൾ പാർട്ടിയിലുള്ളത്.
സാധാരണ അണികളൊക്കെ മാറ്റി ചിന്തിച്ചതിൻ്റെ ഫലമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം CPM-ന് നേരിടേണ്ടി വന്നത്. എന്തായാലും ഈ ഒരു മൂന്നാം വട്ട ഭരണം കിട്ടിയില്ലെങ്കിൽ പിണറായി വിജയന്റെ അവസ്ഥ എന്തായി തീരും എന്നാണ് നമുക്കിനി നോക്കിക്കാണാനുള്ളത്.